എറണാകുളം കണ്ടെയ്നർ റോട്ടിൽ കിട്ടിലൻ സീ ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്താം. അതാണ് പാതിരാപ്പൊട്ട്. ഈ സീ ഫുഡ് റെസ്റ്റോറന്റിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ അണ്ടറിലുള്ള സാഫ് എന്നൊരു ഏജൻസി ഉണ്ട്. ഈ ഏജൻസിയുടെ അണ്ടറിൽ വരുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് പാതിരാപ്പൊട്ട് എന്നുള്ളത്. 2 നിലകളിലായിട്ടാണ് ഇവിടെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ നേരെ കയറി ചെന്ന അടുക്കളയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അടിപൊളിയായിട്ട് കപ്പ ഇങ്ങനെ വേവിച്ച് ഒലത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണു. അപ്പോഴേക്കും അവിടെ കസ്റ്റമർ വന്നിട്ട് കക്കോലത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി കക്കോലത്ത് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ കുറച്ചു നേരം അത് പോയി നോക്കിയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനും. പിന്നെ കിട്ടില്ല സ്മെല്ലായിരുന്നു ഈ കക്ക അവിടെ നിന്ന് വരട്ടിക്കൊണ്ട് വന്നപ്പോൾ. അപ്പോഴേക്കും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പാത്രത്തിലൊക്കെ മീനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട്. പിന്നെ ഒരു വലിയൊരു പിലോപ്പി എടുത്ത് ചേച്ചി മസാലയൊക്കെ പെരട്ടി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യത്തെ സെറ്റ് കൊഴുവ് വറക്കാനായിട്ട് അങ്ങനെ ഇട്ടു. നല്ല കിട്ടുന്ന സ്മെല്ലായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ മൊത്തം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 2021 ഈ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യണത്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള 5 ചേച്ചിമാര് ചേർന്നിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങിയേക്കണത്. അതിന് സപ്പോർട്ട് ചെയ്തത് സാഫ് എന്ന് പറയുന്ന ഏജൻസിയാണ്. ഒരാൾക്ക് 1 ലക്ഷം രൂപ എന്ന രീതിയിൽ 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സാഫ് എന്ന് പറഞ്ഞ ഈ സംഘടന ഈ ഒരു റെസ്റ്റോറന്റ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തത്. കുറെ നേരം ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് അങ്ങനെ കറികൾ ഉണ്ടാക്കണൊക്കെ കണ്ടിട്ട് അതും പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞത് മോനെ പാൽക്കൊഞ്ച് ഉണ്ടാക്കാൻ പോയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടി കണ്ടിട്ട് വന്നിരുന്നു. മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ചിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടാക്കി അത് കുറുക്കി വറ്റിച്ചെടുക്കണതാണ് പാൽക്കൊഞ്ച് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ കിടൽ ചിക്കൻ പെരളിനൊക്കെ അവിടെ കിടന്ന് റെഡി ആവണുണ്ടായിരുന്നു. നല്ല അടിപൊളി മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഒരു ഊണ് കഴിക്കാന്നുള്ള പ്ലാനിലായി ഞാൻ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോയിട്ട് കഴിക്കാൻ വേണ്ടി റെഡി ആയിരുന്നു. ഊണിന് എത്രയാണ് റേറ്റ് വരുന്നത്? ഫിഷ് കറി മീൽസ് 60 രൂപ, വെജ് മീൽസ് ആണെങ്കിൽ 50 രൂപ. ഇവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ സ്പെഷ്യലി കരിമീൻ പൊള്ളിച്ചത്, പിലോപ്പി ഫ്രൈ, കൂന്തല്, കക്ക, ചെമ്മീൻ, പാൽക്കൊഞ്ചി, പിന്നെ ഡക്ക് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, കൊഴുവ, ചാള, അയില ഫ്രൈ ഉണ്ട്, കൊഴുവാപ്പീരുണ്ട്, ചെമ്മീൻ വീരുണ്ട്, പിലോപ്പി ഫ്രൈ, പിന്നെ മീൻ പൊള്ളിച്ചത്, നല്ല അടിപൊളി ചെമ്മീൻ വറുത്തത്, നല്ല വലിയ പീസാണ് കേട്ടോ. അതേപോലെ പാൽക്കൊഞ്ചും പിന്നെ നെയ്മീൻ കറിയും കക്കയുമാണ് നമ്മളിന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഊണങ്ങട് കഴിക്കാന്ന് കരുതി. ഫസ്റ്റ് തന്നെ കരിമീൻ പൊള്ളിച്ചത് സ്റ്റാർട്ട് ചെയ്യാൻ എഴുതി. ആ വാഴയിലൊക്കെ തുറന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ നല്ല കിട്ടുന്ന സ്മെല്ലായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീറ്റ് ആയിരുന്നു. അതായത് ഫിഷ് നല്ല ഫ്രഷ് ആയിരുന്നു എന്നുള്ളത് ശരിക്കും നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുമായിരുന്നു. അടിപൊളിയാണ്. പിന്നെ നമ്മൾ കഴിച്ചു നോക്കിയതാണ് അവരെ പ്രോൺസ് ഫ്രൈ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല വലിയ പ്രോൺസ് ആണ്. നല്ല കിട്ടില്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ എന്തായാലും കഴിക്കേണ്ട ഒരു സംഭവമാണ് അവരുടെ ഈ ഒരു കൂന്തൽ റോസ്റ്റ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് കൂന്തൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ടേസ്റ്റുള്ള ഒരു കൂന്തൽ ഫ്രൈ ഞാൻ ഇവിടുന്ന് എങ്ങും കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്കും അടിപൊളി സാധനമായിരുന്നു. പാൽക്കൊഞ്ച് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കഴിക്കാതെ കരുതി. അതിനായിട്ട് ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല കിട്ടിലും ടേസ്റ്റായിരുന്നു. നിങ്ങളിവിടെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ ഈ സാധനം ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ്. പിന്നെ നമ്മ പിലോപ്പി ഫ്രൈ ആണ് ട്രൈ ചെയ്തത് കേട്ടോ. നല്ല കിടുക്കാച്ച സാധനമാണ്. ഊണിന്റെ ഒപ്പം കപ്പയും മീൻകറിയും പപ്പടവും ഒലത്തും അച്ചാറും ഇവർ ഇതിന്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഊണ് തന്നെയാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും പിന്നെ മോരുകറിയും ഉണ്ട്. പിന്നെ ഒലത്തായിട്ടുള്ള ക്യാബേജോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. മീൻ കറിയിൽ അവരുടെ ഈ നെയ്മീൻ കറി അടിപൊളി സാധനമായിരുന്നു. ശരിക്കും അതിൻ്റെ തിക്കായിട്ടുള്ള ഗ്രേവിയിൽ ആ നെയ്മീനും കൂടി കൂട്ടി പിടിച്ചൊരു കഴിച്ചപ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം എൻ്റെ പാകത്തിനുള്ള ടൈപ്പുള്ള മീൻകറി ആയിരുന്നു ഇവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്തത്. അതിൻ്റെ ഒപ്പം ഒരു ചാള ഫ്രൈയും കൂടി എടുത്തിട്ട് കഴിച്ചു. പിന്നെ കക്കയും കൂടി എടുക്കാതെ കരുതി. അങ്ങനെ നേരെ കക്കയും കൂടി എടുത്തു. അതും കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. നല്ല കിട്ടില്ല ടേസ്റ്റാണ്.
നല്ല മൊരിഞ്ഞ ചാള വറുത്തതാണ് നമുക്ക് ഈ ചോറിൻ്റെ ഒപ്പം കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. നല്ല ഗംഭീര അയില വറുത്തതായിരുന്നു കേട്ടോ ഇവർ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഊണിൻ്റെ ഒപ്പം കിട്ടുന്ന പോലെ ഫിഷ് കറി നല്ല അടിപൊളി സാധനം, നല്ല കുറിയ ചാറൊക്കെ ആയിട്ട് അത് കൂട്ടി കഴിക്കാനായിട്ട് വേറെ ലെവലായിരുന്നു. അതിൻ്റെ ഒപ്പം കപ്പയും ഉണ്ട്, നമുക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ഓർഡറുകളായാലും ചെറിയ ഓർഡറുകളായാലും ധൈര്യമായിട്ട് ഏൽപ്പിക്കുക. അടിപൊളി ഫുഡാണ്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നത് കണ്ടെയ്നർ റോട്ടിലുള്ള പാതിരാപ്പുട്ട്. പോയി കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ.